ശ്രീ കുറുക്കോളി മൊയ്തീൻ MLA സാർ, ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് സാർ, ബഹുമാനപ്പെട്ട MP ശ്രീ ET മുഹമ്മദ് ബഷീർ സാർ, ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കലക്ടർ ശ്രീ BR വിനോദ് IAS സാർ, ഡോക്ടർ രേണുക മാഡം, നമ്മുടെ സ്വാഗതം ആശംസിച്ച ശ്രീ റാഷിദ് അസ്ലം സാർ, ഡോക്ടർ KP വഹീദ, മറ്റു ബഹുമാനപ്പെട്ടവരെ, ആദരണീയരെ, സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെയും വയോജനങ്ങളെയും ഏറ്റവും കൂടുതൽ കാത്തു സംരക്ഷിക്കേണ്ട ഒരു വിഭാഗം ആളുകളെയാണ് കാത്തു സംരക്ഷിക്കേണ്ടത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു ജില്ലയാണല്ലോ മലപ്പുറം ജില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഭിന്നശേഷി വിഭാഗവും ഉള്ള ഒരു ജില്ല കൂടിയാണ് മലപ്പുറം ജില്ല. എന്നാൽ ഭിന്നശേഷിക്കാർക്കായുള്ള റീഹാബിലിറ്റേഷൻ സെൻ്ററുകളുടെയും മറ്റു സ്ഥാപനങ്ങളുടെയും കുറവുകൾ പലപ്പോഴും നമ്മുടെ ജില്ലയിൽ അനുഭവപ്പെടാറുണ്ട്. അതിന് ഒരു ബദലായാണ് ഈ AP അസ്ലം റീഹാബിലിറ്റേഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഓഫീസിൽ പലപ്പോഴും ഭിന്നശേഷി വിഭാഗത്തിലുള്ള ആളുകൾ നേരിട്ട് വരികയും റീഹാബിലിറ്റേഷൻ സെൻ്ററുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും എത്തിപ്പെടാറുണ്ട്. പക്ഷേ ഏറ്റവും അത്യാധുനിക സൗകര്യത്തോടു കൂടിയുള്ള ഒരു സ്ഥാപനം നമ്മുടെ ജില്ലയിൽ ഇല്ലാത്തതിൻ്റെ കുറവ് സാമൂഹ്യനീതി വകുപ്പിന് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് ഒരു വലിയ ഉത്തരമായിട്ടാണ് ഇത്തരം ഒരു റീഹാബിലിറ്റേഷൻ സെൻ്റർ നമുക്ക് തുറന്നു കിട്ടിയിട്ടുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, ഒരു കുടുംബത്തിൽ ഒരു ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരാളുണ്ടാവുന്ന സമയത്ത് അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരാൾ കൂടെ നിൽക്കേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടാവാറുണ്ട്. മാത്രമല്ല, അവർക്ക് സാമ്പത്തികമായും സാമൂഹ്യപരമായും എല്ലാം കുറവുകൾ അനുഭവിക്കുന്ന അവസ്ഥയിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ലാഭേച്ഛയും ഇല്ലാതെ, പണച്ചെലവില്ലാതെ റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്താൻ ഇത്തരം ഒരു സ്ഥാപനത്തിന് കഴിയുന്നു. അതിനുള്ള ഒരു തുടക്കമാണ് നമ്മുടെ ജില്ലയിൽ തുടങ്ങിയിട്ടുള്ളത് എന്നതിൽ ഏറ്റവും കൂടുതൽ അഭിമാനം സാമൂഹ്യനീതി വകുപ്പിനും നമ്മുടെ AP റീഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ കൂടെയുണ്ട്. ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായും ഈ ഒരു അവസരം സാമൂഹ്യനീതി വകുപ്പിന് കൂടി നൽകി തന്ന AP അസ്ലം റീഹാബിലിറ്റേഷൻ സെൻ്ററിനും അതിൻ്റെ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് അബ്ദുൽ സമദ് സാറിനും എല്ലാവർക്കും ഔദ്യോഗികമായിട്ടുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ നന്ദി കടപ്പാടും കൂടി ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. സാമൂഹ്യനീതി വകുപ്പ് എല്ലാ സമയത്തും ഈ ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററുമായി കൂടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയും ഞങ്ങൾ ഒരുക്കമാണ്. എല്ലാവിധ ആശംസകളും സർവ്വ സർവശക്തനിൽ നിന്നും ഉണ്ടാവട്ടെ. ഈ ഒരു പ്രവർത്തനം നമ്മുടെ ജില്ലയിലെ വിവിധ ഇടങ്ങളിലായിട്ട് ഔട്ട്റീച്ച് വർക്കായിട്ട് നമുക്ക് നടത്താൻ കൂടി കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.